ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പനീർ കട്ട്ലേറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ 200 ഗ്രാം, സവോള ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറിയൊരു കഷ്ണം, പച്ചമുളക് ഒരെണ്ണം, ക്യാരറ്റ് ചെറുതൊരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില 2 ടേബിൾ സ്പൂൺ, ബീൻസ് 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, പൊട്ടറ്റോ ഒരെണ്ണം, മൈദ 4 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ. ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ്. ഞാനിപ്പോൾ ഇത് ചോപ്പറിൻ്റെ അകത്ത് ചെറുതായിട്ട് അരിഞ്ഞാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്ററിൻ്റെ അകത്ത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. സവോള വാടിയിട്ടുണ്ട്. നമുക്ക് ഈ ക്യാരറ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് വാടി വരണം. ഇനിയോട് തന്നെ ഞാനൊരു 3 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റും എല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും ജീരകത്തിൻ്റെ പൊടിയും അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടു. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതിട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഒരെണ്ണം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്നതാണ്. നമ്മളിത് പനീറാണ് ഇതിൻ്റെ അകത്തിടുന്നത്. അപ്പം പനീർ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് ഈ പനീറും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കുക. ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. നമുക്ക് ഇതൊന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ
മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ പനീർ കട്ട്ലേറ്റ് വറുത്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം തീയിലിട്ട് വറുത്തെടുക്കാം നമുക്ക്. നമ്മുടെ കട്ട്ലേറ്റ് രണ്ട് സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എടുക്കാം. നമുക്ക് ബാക്കി കട്ട്ലേറ്റ് കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഞാനിവിടെ കട്ട്ലേറ്റ് ഇത്രേ വറുത്തുള്ളൂ, ബാക്കി പിന്നെ വറുക്കുന്നത്. അതുകൊണ്ട് അത് ബാക്കി ഫ്രീസറിലേക്ക് വെച്ചു. ഇതുപോലെ നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ വളരെ എളുപ്പമാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.